നമ്മളിന്ന് ആറളത്തേക്കാണ് പോകുന്നത്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം ആറളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയതാണ്. ഇപ്പോൾ ഈ കാണുന്നത് ആറളം അകത്തേക്കുള്ള വഴിയാണ്. കാട്ടാന ക്രോസിംഗ് ഉണ്ട്, ആനിമൽസൊക്കെ ക്രോസിങ് ഏരിയയാണ് ഇപ്പോൾ നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കാട്ടാനേറ്റ കാണാൻ നോക്കാം. കണ്ടാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഫുൾ കൃഷിയാണ്. ഇവിടുത്തെ ആൾക്കാർ ഈ ആറളം ഫാമിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കൃഷിയാണ്. കുറേ ഫാമും കാര്യങ്ങളാണ്. അടിപൊളി റോഡും നല്ല വ്യൂവും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടം കാണുന്നുണ്ട്. ആന ക്രോസ് ചെയ്ത് പോയ അടയാളമാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫുള്ളും നല്ല വ്യൂ പോയിൻ്റാണ്. നമ്മൾ ടോപ്പിലല്ലേ റൈറ്റ് സൈഡിൽ കുറേ മലകളും കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ നല്ല പച്ചപ്പ്. നമ്മൾ പോയ ടൈമിൽ നല്ല കാലാവസ്ഥയായിരുന്നു, മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നല്ല ക്ലൈമറ്റും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വ്യൂ, ആകാശത്തെ കാഴ്ചകളും നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് ആറളത്തിൻ്റെ അകത്തേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ്. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു അവിടെ എത്തുമ്പോൾ. അപ്പോൾ കൂടുതൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അകത്ത് കയറുന്ന സമയം ഏകദേശം തീരാനായിരുന്നു. പിന്നെ വണ്ടിയും നോക്കണം. നമ്മൾ അകത്ത് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, വാച്ചിങ് ടവർ എന്ന് പറയും. അതിലേക്ക് കയറാൻ പോകുന്ന വീഡിയോ കാണുന്നത്. ഇതാണ് വാച്ചിങ് ടവർ. കുറച്ച് റിസ്ക്കിയാണ് കയറാൻ. എന്താ വെച്ചാൽ ഈ നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം വ്യൂ നോക്കാൻ. ഈ കാണുന്നതാണ് മുകളിൽ കാഴ്ച. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ വയനാട് ഏരിയ കാണാൻ പറ്റി, കർണാടക സ്റ്റേറ്റ് ഏരിയ കാണാൻ പറ്റി, ഫുള്ളും മൗണ്ടൻസ് കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്ക് വേറെ ആനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ചെറിയ ചെറിയ സ്പീഷീസിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ് വന്നത്. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇതാണ് ജീപ്പ്. അവിടെ നിന്ന് ജീപ്പ് കിട്ടും. പിന്നെ നമ്മളെ വണ്ടിയിൽ ഒരു 2 കിലോമീറ്റർ വരെ വരാം. ഇത് കയറുമ്പോഴുണ്ടായ റിവറാണ്. നല്ല അടിയൊഴുക്കുണ്ട്, നല്ല ആഴമുണ്ട്. ഇവിടെ താമസിക്കുന്ന ആദിവാസികളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വെള്ളം. നമ്മളതിൽ ഓഫ് റോഡ് 4x4 ഉണ്ടെങ്കിൽ അവർ നമ്മളകത്ത് വിടും. ഒരു വാച്ചറും ഉണ്ട് ഒന്നിച്ച്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് പോയി കഴിഞ്ഞാൽ നല്ല ഓഫ് റോഡ് ചെയ്യുന്ന കാഴ്ച കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.